പാലക്കാട്ടെ നഗരസഭ പരിധിയിൽ മാലിന്യം തള്ളിയതുമായി നിലമ്പൂർ നഗരസഭയെ വലിച്ചിഴയ്ക്കുന്നതിനു പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം. നഗരസഭ ഹരിതകർമ്മസേനയുടെ പേരുവെച്ച് 4 വർഷമായി ചാക്കുകൾ വിതരണം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നഗരസഭാ പരിധിയിൽ തെരുവിൽ മാലിന്യം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂർ നഗരസഭയുടെ പേര് വലിച്ചേക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒന്ന്, അവിടെ കണ്ടെത്തിയെന്ന് പറയുന്ന ചാക്ക് 4 വർഷമായി നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പേരിൽ ഒരു ചാക്കും ഇവിടെ വിതരണം ചെയ്യുന്നില്ല. പിന്നെ ഈ ഏജൻസി നിലമ്പൂർ നഗരസഭയിൽ നിന്ന് മാത്രമല്ല മാലിന്യം ശേഖരിക്കുന്നത്, മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. നഗരസഭ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഏജൻസികളുടെ താൽപ്പര്യപത്രം ക്ഷണിച്ചുകൊണ്ടാണ് കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന ഏജൻസികൾക്കാണ് റിജക്റ്റഡ് വേസ്റ്റുകൾ കൈമാറുന്നത്. ഈ വർഷം ഭാരതീയർ എന്ന് പറയുന്ന ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഏജൻസിക്കാണ് നഗരസഭ റിജക്റ്റഡ് വേസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ സംവിധാനത്തിൽ ഒരുവിധ പരാതികളും ഉയർന്നു വന്നിരുന്നില്ല. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് നഗരസഭ 5 രൂപ 50 പൈസയാണ് ഏജൻസിക്ക് കൊടുക്കുന്നത്. 5 രൂപ 50 പൈസ കൊടുത്ത് 1 കിലോ റിജക്റ്റഡ് വേസ്റ്റ് ഈ ഏജൻസിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നഗരസഭയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇവർക്ക് ഇവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. അത് സംബന്ധിച്ച കൃത്യമായ എഴുതി തയ്യാറാക്കിയ കരാറ് നഗരസഭയും ഈ ഏജൻസിയുമായി തമ്മിലുള്ള കരാർ നിലവിലുണ്ട്. ഈ കരാർ ലംഘിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാണ്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതിയെ സംബന്ധിച്ച് നഗരസഭ കൊണ്ടുപോകുന്ന ഏജൻസിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നു. നിലവിലുള്ള ഏജൻസി നഗരസഭയ്ക്ക് പുറമെ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നുണ്ട്. നഗരസഭയിലെ മാലിന്യ നിർമ്മാർജ്ജനം ഒരു പരാതിക്കും ഇട നൽകാതെ നടത്തിവരികയാണ്. സംസ്ഥാനത്ത് മികച്ച രീതിയിൽ മാലിന്യ സംസ്കരണം നടക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് നിലമ്പൂർ. ഓരോ വർഷവും കുറഞ്ഞ വില ക്വാഡ് ചെയ്ത ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഏജൻസികളാണ് റിജക്ട് വേസ്റ്റുകൾ കൊണ്ടുപോകുന്നത്. ഈ വർഷം കരാർ ലഭിച്ചത് ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഭാരതിയാർ എന്ന ഏജൻസിക്കാണ്. 1 കിലോ റിജക്റ്റഡ് വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് ഏജൻസിക്ക് 5 രൂപ 50 പൈസയാണ് നഗരസഭ നൽകുന്നത്. വേസ്റ്റ് കൈപ്പറ്റിയാൽ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം ഏജൻസിക്കാണ്. ഇത് സംബന്ധിച്ച കരാർ നിലവിലുണ്ട്. കരാർ ലംഘനം നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ നിലമ്പൂർ നഗരസഭയ്ക്ക് ഒരു ബാധ്യതയുമില്ലാത്ത കാര്യത്തിൽ നിലമ്പൂരിൽ നഗരസഭയ്ക്കെതിരെ നടത്തുന്നത് പാലക്കാട്ടെ BJP നഗരസഭയെ സഹായിക്കുന്നതിനാണ്. വരാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ UDF BJP കച്ചവടത്തിന്റെ സൂചനയാണ് സമരം. ജനങ്ങൾ ഈ കൂട്ടുകച്ചവടം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും കക്കാടൻ റഹീം പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.